എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നമ്മുടെ കേരള ഡിഷല്ല, ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ശ്രീലങ്കൻ ഡിഷാണ്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. ഫ്രണ്ട് ഒരു ദിവസം സ്കൂളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ തിന്ന് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്തതാണ്. സത്യം പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബ്രിഞ്ചോൾ മോജി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2 ബ്രിഞ്ചോൾ, നമുക്കറിയാം ഇത് ഇവിടെ ഗൾഫിൽ കിട്ടുന്നത് ഇതേപോലത്തെ വലിയ വഴുതനങ്ങയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ 2 വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 300 ഗ്രാം ഉണ്ടായിരിക്കും. പിന്നെ അതിലേക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4-5 പച്ചമുളക്, അല്പം വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു വലിയ സവാള, പിന്നെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്, സോയ സോസ്, പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര, ഒരു ടീസ്പൂൺ ഉപ്പ്, പിന്നെ അല്പം വിനാഗിരി. ഇത്രയും ഐറ്റംസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വഴുതനങ്ങ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് എണ്ണയിലൊന്ന് വറുത്തെടുക്കാം. നമുക്കിത് നീളത്തിലുള്ള പീസുകളായിട്ട് മുറിക്കാം. അപ്പോൾ ഞാൻ എടുത്തു വെച്ച ബ്രിഞ്ചോൾ മുഴുവൻ ഞാൻ ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കണം നമ്മളത് കട്ട് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. ബ്രിഞ്ചോൾ മോജു എന്ന് പറഞ്ഞാൽ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതായിരിക്കണം. അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനതൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്. നമ്മളൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ബ്രിഞ്ചോൾ ഇതിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊരു ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതല്ലാതെ ഒന്ന് വറുത്ത് കോരാം. നമ്മൾ ഉപ്പൊന്നും ഇട്ട് കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് ഇതുപോലെ വറുത്ത് കോരിയാൽ മതി. ഉപ്പിട്ട് കൊടുത്താൽ ഒന്നുകൂടി അത് ഇങ്ങനെ ഒരു ഇതുപോലെയാവും, പെട്ടെന്ന് ഇങ്ങനെ ഒരു സോക്ക് ചെയ്ത പോലെയാവും. അങ്ങനെ ആക്കരുത്. ഏകദേശം ഇത് ബ്രൗൺ കളറായി വരുന്നുണ്ട്. നമുക്ക് ഓരോന്നും അത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്രിഞ്ചോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം. അങ്ങനെ ബാക്കിയുള്ള ബ്രിഞ്ചോളും കൂടി നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ബ്രിഞ്ചോളെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ച സവോള മറ്റുള്ള ഐറ്റംസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് എടുത്ത് വെച്ചാൽ പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഞാൻ അതിലേക്ക് എടുത്ത് വെച്ചാൽ ഞാൻ കുറച്ച് ഈ ചില്ലി ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്, വറ്റൽമുളക്, അതിൻ്റെ കൂടെ ഒരു നുള്ള് ജീരകം ഇട്ടിട്ടുണ്ട്. അത് രണ്ടും കൂടി ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള പൊടിയാണത്. നമുക്ക് എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർത്താം. ഞാൻ അധികം എരിവ് ഇടുന്നില്ല. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ച സോസ് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ എടുത്തു വെച്ച ഒരു ചെറിയൊരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് എടുത്തു വെച്ച 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം എടുത്തു വെച്ച 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ വിനാഗിരി അതൊഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ സോയ സോസ് എടുത്ത് വെച്ചത് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് വറുത്ത് വെച്ച ബ്രിഞ്ചോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിതിലേക്ക് വറുത്ത് വെച്ച ബ്രിഞ്ചോൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി നമുക്ക് അല്പസമയം കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ്. ഇതിൽ ഉപ്പ്, പുളി, മധുരം അങ്ങനത്തെ എല്ലാ വക ടേസ്റ്റുകളുള്ള കാരണം കൊണ്ട്
നമ്മൾ വെറുതെ ബ്രിഞ്ചോൾ മുളക് പറ്റി വറുക്കുന്നതിനേക്കാളും നമുക്ക് രുചിയിൽ ഇത് ചോറിൻ്റെ ഒപ്പം കൂടെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ബ്രിഞ്ചോൾ മോജി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്യുക. നമ്മളിത്